എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് HPCLലേക്ക് ഇപ്പോൾ വിവിധ ജൂനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലേക്ക് ജോലി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമുണ്ട്. വിവിധ തസ്തികയിലാണ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. തസ്തിക ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള വേക്കൻസീസ് ആണ് നോക്കുന്നത്. വിവിധ ഓഫീസർ തസ്തികകളിലേക്കാണ് നിയമനം വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 20 വൈകുന്നേരം 3 മണി വരെയാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കലാണ്. ശമ്പളം 30,000 മുതൽ 1,20,000 വരെയാണ്. വേക്കൻസി 37. പ്രായപരിധി 25 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. ശമ്പളം 30,000 മുതൽ 1,20,000 വരെ. വേക്കൻസി 17. പ്രായപരിധി 25 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി സയൻസ് ഗ്രാജുവേറ്റ് കൂടാതെ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി വിത്ത് വാലിഡ് ഹെവി വെഹിക്കിൾ ലൈസൻസ് ആണ് വേണ്ടത്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അടുത്ത പോസ്റ്റ് സീനിയർ ഓഫീസർ സെയിൽസ് ആണ്. ശമ്പളം 60,000 മുതൽ 1,80,000 വരെ. വേക്കൻസി 52. പ്രായപരിധി 29 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ കെമിക്കൽ ഓർ സിവിൽ ആണ്. കൂടാതെ 2 ഇയർ ഫുൾ ടൈം റെഗുലർ MBA അല്ലെങ്കിൽ PGDM ആവശ്യമാണ്. ഇവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ പ്രോജക്ട്സ് ആണ്. ശമ്പളം 70,000 മുതൽ 2 ലക്ഷം വരെയാണ്. മാനേജർ പ്രോജക്ട്സ് ആണെങ്കിൽ ശമ്പളം 80,000 മുതൽ 2,20,000 വരെയാണ്. വേക്കൻസി 5. അസിസ്റ്റൻറ്റ് മാനേജർ പ്രായപരിധി 31 വയസ്സ്. മാനേജർ 34 വയസ്സ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അസിസ്റ്റൻറ്റ് മാനേജർ 6 വേക്കൻസി. മാനേജർ 9 വേക്കൻസി. അടുത്തത് ചീഫ് മാനേജർ ടെക്നിക്കൽ സർവീസസ് ആണ്. സ്പെഷ്യാലിറ്റി കെമിക്കൽ. ശമ്പളം 1 ലക്ഷം മുതൽ 2,60,000 വരെയാണ്. പ്രായപരിധി 45 വയസ്സ്. 15 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇനി ഡെപ്യൂട്ടി ജനറൽ മാനേജർ DGM ആണ്. ശമ്പളം 12 ലക്ഷം മുതൽ 28 ലക്ഷം വരെയാണ്. 48 വയസ്സാണ് പ്രായപരിധി. 18 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഈ 2 തസ്തികയിലേക്കും യോഗ്യത വേണ്ടത് 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 2 ഇയർ ഫുൾ ടൈം റെഗുലർ MBA കോഴ്സ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇനി അങ്ങോട്ടുള്ള പോസ്റ്റുകളൊക്കെ എക്സ്പീരിയൻസ് 12 ഇയേഴ്സിൽ കൂടുതൽ വേണ്ട പോസ്റ്റുകളാണ്. ഇനി ഓരോ തസ്തികയ്ക്കും എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രി ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ. പിന്നീട് ഇൻ്റഗ്രേറ്റഡ് ഓർ ഡുവൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ്, ഇൻ്റഗ്രേറ്റഡ് ഓർ ഡുവൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ തസ്തികയിലേക്കും അൺറിസർവ്ഡ് OBC EWS ആണെങ്കിൽ 65% മാർക്കുണ്ടായിരിക്കണം. SC ST PWBD ആണെങ്കിൽ 55% മാർക്കുണ്ടായിരിക്കണം. ഓരോ തസ്തികയുടെയും ജോബ് പ്രൊഫൈലും കൊടുത്തിട്ടുണ്ട്. ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ടാസ്ക്, സൈക്കോമെട്രിക് അസസ്മെൻറ്റ്, സ്കിൽ ടെസ്റ്റ്, പേഴ്സണൽ ഓർ ടെക്നിക്കൽ ഇൻ്റർവ്യൂ, ഫിസിക്കൽ ഫിറ്റ്നസ് എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റാണ്.
പിന്നീട് ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ ക്വാളിഫയിങ് ഡിഗ്രി അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. എക്സാം വരുന്നത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലായിരിക്കും. എക്സാമിൻ്റെ സിലബസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഗ്രൂപ്പ് ടാസ്ക് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂവിന് മുമ്പ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ശമ്പളം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 30,000 മുതൽ 1,20,000 വരെയാണ് ശമ്പളമെങ്കിൽ ആനുവൽ CTC വരുന്നത് 10.99 lakhs ആയിരിക്കും. നല്ല ശമ്പളത്തിലാണ് ഇപ്പോൾ ജോലിയുള്ളത്. പിന്നെ നിങ്ങൾ സർവീസ് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് മിനിമം 3 വർഷമെങ്കിലും ഇവിടെ ജോലി ചെയ്യാന്നുള്ളൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 3 lakhs, EWS, OBC, SC, ST, PWD ആണെങ്കിൽ 50,000 രൂപയുമാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രീ എംപ്ലോയ്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. സെലക്ട് ആവുന്നവർക്ക് 1 year പ്രൊബേഷൻ ഉണ്ട്. SC, ST, OBC, EWS, PWD കാറ്റഗറിക്ക് റിസർവേഷനും ഉണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പ്രായപരിധിയിൽ റിസർവേഷൻ അനുസരിച്ച് ഇളവുണ്ട്. SC, ST ആണെങ്കിൽ 5 വയസ്സിൻ്റെയും OBC ആണെങ്കിൽ 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 20 നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ് www.hindusthanpetroleum.com. ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ കരിയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് കറണ്ട് ഓപ്പണിങ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടും. അതുവഴി അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അൺറിസർവ്ഡ് OBC EWS ആണെങ്കിൽ 1,180 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC, ST, PWDക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വിവിധ തസ്തികയിൽ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.